ശ്രീ ഫക്രുദ്ദീൻ, ഈ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർ വലിയ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരേ സമയം എത്രയോ പേരുമായിട്ടാണ് യുദ്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. ഇപ്പൊ സിറിയയിൽ വരെ അവര് കാര്യങ്ങൾ അവിടെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനു മുമ്പ് നമ്മൾ കണ്ടതാ ഗാസയില്, ലെബനിലെ ഹിസ്ബുള്ളയെ തീർക്കുന്നു, അതിനോടൊപ്പം ഇറാന് ആ വഴിക്ക് തിരിഞ്ഞപ്പോഴത്തേക്ക് പിന്നീട് ഗാസയിൽ വീണ്ടും അവർ രൂപം കൊള്ളുന്നു. ഈ ഗാസയെ ഒക്കെ തീർത്തതിന് ശേഷമേ യുദ്ധത്തിൽ നിന്ന് പിന്മാറൂ എന്നൊരു പ്രഖ്യാപിത ലക്ഷ്യം അവർക്കുണ്ടായിരുന്നു. അതൊന്നും പൂർണ്ണമാകുക അല്പം അസാധ്യമായിട്ടുള്ള കാര്യമല്ലേ? അല്ല, അവര് ഗാസ തീർക്കും, ഗാസയിലെ ഇവന്മാരെ അവർ തീർക്കും, ഹമാസിനെ തീർക്കും. അത് അവരുടെ ലക്ഷ്യമാണ്. അതിനൊക്കെ ഓൾറെഡി അവർ ടൈം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിരിക്കും. ആ ടൈം സെറ്റ് ചെയ്തതനുസരിച്ച് കാര്യങ്ങൾ അവർക്ക് അനുകൂലമായിട്ട് അവർ മാറ്റി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഹമാസിന് ഇവരുണ്ടാക്കി കൊടുത്ത ചാൻസ് കൂടെ അവർ കയറി അടിച്ചതല്ല. ഞാൻ ഒരുപാട് ചർച്ച ചെയ്തുകൊണ്ടാണ് പിന്നെ അത് എല്ലാം പോയിട്ട് കയറി അടിച്ചപ്പോൾ യുദ്ധത്തിന് കാരണം ഉണ്ടായി. ആ കാരണത്തിലൂടെ ഹമാസിനെ ഇല്ലാതാക്കേണ്ട സമയം. ഹമാസിനെ അവരുണ്ടാക്കിയതല്ലേ, മൊസാദ് ഉണ്ടാക്കിയാണ് ഹമാസിനെ PLOനെ തകർക്കാൻ വേണ്ടിയിട്ട്. അപ്പം അമേരിക്കൻ അഡ്വൈസ് പ്രകാരം അങ്ങനെ മറ്റേ യാസർ അറാഫത്ത് ഒരു സോവിയറ്റ് ആയിരുന്നു, റഷ്യൻ, അതിനെതിരായിട്ട്. ഇനി ഹമാസിന് തീർക്കാനുള്ള സമയമായിരുന്നു. എല്ലാത്തിൻ്റെ സമയം അവർ കുറിച്ച് വെച്ചിട്ടുണ്ട്. ആ സമയത്ത് ഹമാസിനോട് വന്ന് കയറി അടിച്ചോളാം. ഹമാസ് കയറി അടിച്ചു. ആ കാരണം പറഞ്ഞുകൊണ്ട് പിന്നെ അവിടെ ഹമാസിനെ തീർത്തു. ഈ ഹമാസ് കയറി അടിച്ച സ്ഥലങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ്. ഈ പലസ്തീനിയരുമായിട്ടുള്ള യുദ്ധം അവസാനിക്കണം, അവരെ മാനുഷികമായിട്ടുള്ള പരിഗണന അവർക്ക് നൽകണം എന്നൊക്കെ പറയുന്ന ഇടതുപക്ഷക്കാരായ ആളുകൾ കൂടുതൽ താമസിക്കുന്ന സ്ഥലത്താണ് ഈ ഹമാസുകാർ വൃത്തികേട് മൊത്തം കാണിച്ചത്. അവർ പലസ്തീനു വേണ്ടി വാദിച്ച ആളുകളാണ്. അതോടുകൂടി അവിടെ ഇടതുപക്ഷക്കാരും എല്ലാം ഇപ്പം എന്തായി, ആന്റി പലസ്തീനായി. അപ്പോൾ ഇസ്രായേലിൽ ആദ്യം ആ ജനങ്ങളെ എതിനെയോ ചെയ്ത ആ ജനങ്ങളെ ഇസ്രായേലിന്റെ പട്ടാള മൊസാദ് മേധാവിത്വത്തിന് അനുകൂലമാക്കി മാറ്റി. അവരുടെ കുടുംബത്തിലല്ല ആളുകൾ പോയത്. രണ്ടാമത്തെ കാര്യം, ഈ കാര്യം പറഞ്ഞുകൊണ്ട് ഹമാസിനൊക്കെ എതിരെ ഹമാസ് മണ്ടന്മാർ വിചാരിച്ച് വളരെ എളുപ്പമായിരിക്കും. ഹമാസ് മണ്ടന്മാർ വിചാരിച്ച് കാര്യങ്ങൾ വളരെ എളുപ്പമായിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അവർക്ക് അതിലായത് ഇങ്ങനെ പ്ലാൻ അവർ ഹാച്ച് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മുമ്പ് തന്നെ അവർ എന്തോ ചെയ്തിട്ടുണ്ട്. നമ്മളിപ്പോൾ അങ്ങനെ മനസ്സിലാക്കണം, ലെബനനെ കീഴടക്കാനുള്ള ഈ പേജറുകൾ ഓൾറെഡി അവർ സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. അതും അതിൻ്റെ ഭാഗമായിട്ട് വെച്ചിരുന്നു. പിന്നെ സിറിയയിൽ കുറച്ചു കാലമായി അസദിനെതിരെ ശക്തമായ പ്രക്ഷോഭങ്ങൾ കഴിഞ്ഞൊരു 10 വർഷമായിട്ടെങ്കിലും നടക്കുന്നുണ്ട്. അത് മുമ്പും ഈ രീതിയിലുള്ള ഒരു സപ്പോർട്ട്, ഒരു തുറന്ന സപ്പോർട്ട് അല്ലെങ്കിൽ മൗനാനുവാദം അമേരിക്കയുടെ സൈഡിൽ നിന്ന് മറ്റും കിട്ടിയിരുന്നെങ്കിൽ അവർക്ക് അടിക്കാമായിരുന്നു. പക്ഷെ അന്ന് അങ്ങനെ മൗനാനുവാദം കൊടുക്കാൻ അമേരിക്കയ്ക്ക് പറ്റുമായിരുന്നില്ല. കാരണം റഷ്യ പവർഫുള്ളാണ്. ഇപ്പൊ റഷ്യ മറ്റൊരു വാറിൽ എൻഗേജ്ഡ് ആയ സമയത്ത് റഷ്യയുടെ ആ രീതിയിലുള്ള കവർ സിറിയക്ക് കിട്ടുന്നില്ല. അപ്പൊ ഈ സമയം ഇതുമായിട്ട് ക്ലബ് ചെയ്തു. എന്നിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ പഴയ താലിബാനിഷ്ടായ ഒരുത്തനെ പിടിച്ചിട്ട് ലിബറൽ ആക്കിയിട്ട് അവനോട് പറഞ്ഞു, ഞങ്ങളെ ബുദ്ധിമുട്ടുണ്ടാക്കിയാൽ ബാക്കി നീ എന്ത് വേണമെങ്കിൽ ചെയ്തോ. എന്നിട്ട് അവനവിടെ മുന്നേറാൻ ആവശ്യമായിട്ടുള്ള സമയം ഇവരൊക്കെ സാഹചര്യങ്ങൾ സൃഷ്ടിച്ചെടുത്തു. ഇൻ ബിറ്റ്വീനുള്ള സമയം ഇവരുടെ ഈ നയതന്ത്ര സർക്കിൾ വൈകിട്ട് അവരെന്ത് ചെയ്തെന്ന് വെച്ചാൽ അസാദിന്റെ കൂടെയുള്ള ആളുകൾ തന്നെ അയക്കുന്നത്. അവിടെ യുദ്ധങ്ങൾ നടന്നില്ല, പട്ടാളത്തിനെ മൊത്തം ഇവർക്ക് അനുകൂലമാക്കി മാറ്റി. കാരണം ഈ പട്ടാളക്കാരെ മുന്നേ ഇറാഖ് പട്ടാളക്കാരുടെ അവസ്ഥയുണ്ട്. കാരണം അമേരിക്കക്കെതിരെ സദ്ദാം ഹുസൈൻ്റെ കൂടെ വന്നിട്ട് അവസാനം അവരുടെ കാര്യം കട്ടപ്പോയായിട്ടുണ്ട്. അപ്പോൾ ഈ പട്ടാളക്കാർ ഒരു വെടിപോലും വെട്ടിക്കാനാണ് അവിടെ ഇപ്പം സോക്കോട് ഭരണമാറ്റം നടന്നിരിക്കുന്നത്. അപ്പം കുറേ സാഹചര്യങ്ങൾ ഉണ്ടായി കൊടുത്തു. ചില സാഹചര്യങ്ങൾ പെട്ടെന്ന് നിലവിലുള്ള സാഹചര്യങ്ങളെ ആ ഒരു പ്രത്യേക സാഹചര്യത്തിൽ അനുകൂലമാക്കി തീർന്നു. ഇങ്ങനെയാണ് അവർ ചെയ്തിരിക്കുന്നത്. ഇതൊരു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ഒരു വലിയൊരു ഗെയിം പ്ലാന്റെ ഭാഗമാണ് ഒന്നാമത്തെ. രണ്ടാമത്തേന്ന് വെച്ചാൽ ഇതിൽ നെതന്യാഹുവിന് അയാളുടേതായ അജണ്ടയുണ്ട്. അയാൾക്ക് ഈ യുദ്ധം ചെയ്യുന്ന അയാൾ ജയിലിൽ പോകും. അതുകൊണ്ട് യുദ്ധം മൂപ്പര് വരാതെ തുടർന്നുകൊണ്ടിരിക്കും. അതിന് സപ്പോർട്ട് ഡൊണാൾഡ് ട്രംപ് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ചെറിയ രാജ്യമാണ്, അവർക്ക് ഇനി കുറച്ച് ട്രൈസെപ്സും ബൈസെപ്സും ഒക്കെ ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട്. അതാണ് ഇപ്പം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അറബ് രാജ്യങ്ങൾക്ക് ഒരിക്കലും പരസ്പരം അവർക്ക് വിശ്വാസമില്ല. ഈ പല അറബ് രാജ്യങ്ങളും ഈ ആധുനിക കാലഘട്ടം ഇസ്രായേൽ ഉണ്ടാകുന്നതിൻ്റെ മുമ്പുള്ള സമയം വരെ ഖിലാഫത്ത് ടർക്കിഷ് എംപയറിന് അണ്ടറിലായിരുന്നു. അപ്പോൾ ഇവർക്ക് ഈ നാഷണാലിറ്റി ഉണ്ടാക്കി കൊടുക്കുന്നത് വെസ്റ്റേൺ രാജ്യങ്ങളാണ്. ഇപ്പോൾ സൗദി അറേബ്യനെ പോലും, സൗദി അറേബ്യ എന്ന രാജ്യം ചരിത്രത്തിലില്ല. ചരിത്രത്തിലുള്ളത് അറേബ്യ ഉണ്ടായിരുന്നു, അറേബ്യൻ എംപയർ ഉണ്ടായിരുന്നു. അതാണ് ഉമയ്യദ് എംപയർ.
അബ്ബാസിയ എംപയർ, അങ്ങനെ എംപയറുള്ള സൗദി അറേബ്യ എന്ന രാജ്യം ചരിത്രത്തിലില്ല. ജോർദാൻ എന്നുള്ള രാജ്യം ചരിത്രത്തിലുണ്ടോ? ഇല്ല. സിറിയ ഉണ്ട്, ലെബനൻ ഉണ്ട്, ആ ജനതകളുണ്ട്, ആ ജനതയുണ്ട്. അപ്പോൾ നമ്മൾ ബൈബിളൊക്കെ റെഫറൻസ് ഉണ്ട്. അറബികൾ എന്ന് പറഞ്ഞൊരു ജനതയുണ്ട്, പക്ഷെ നിങ്ങൾ ഇന്ന് കാണുന്ന ജിയോഗ്രഫിക്കൽ ബൗണ്ടറി ഒന്നുമില്ല. അപ്പം തർക്കിയിലെ സുൽത്താനെതിരെ ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ രാജ്യങ്ങളാണ് ഈ മഹാഭൂരിപക്ഷം, അല്ലെങ്കിൽ ഫ്രഞ്ചുകാരുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയ രാജ്യങ്ങളാണ് ഈ മഹാഭൂരിപക്ഷം. ഈ രാജ്യങ്ങൾക്കൊന്നും തന്നെ പരസ്പരം വിശ്വാസമില്ല. അപ്പുറത്ത് ഹൈലി കൺസോളിഡേറ്റഡ് ആയിട്ടുള്ള ഒരു ഫോഴ്സ് ആണ് ഇസ്രായേൽ. അവർ അമേരിക്കയുടെ സപ്പോർട്ട് കൂടിയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ഈ കീറി അടിക്കുക. എനിക്കെല്ലാതൊരു അത്ഭുതവുമില്ല. രാജ്യങ്ങൾ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. നിങ്ങൾ ഉപയോഗിക്കുന്ന ആയുധങ്ങൾ അത് വളരെ പ്രധാനമാണ്. നിങ്ങൾ ഉപയോഗിക്കുന്ന യുദ്ധതന്ത്രങ്ങൾ, നിങ്ങളുടെ ഇടയിലുള്ള ഐക്യം, അങ്ങനെ ഒരു ഐക്യം ഇല്ലാത്ത ആളുകളാണ് അറബികൾ. പിന്നെ ഈ പറയുന്നത് സിറിയന്റെ വേറെ സപ്പോർട്ട് ബേസ് ഇറാനായിരുന്നു. ഇറാൻ ഇപ്പോൾ ഏറ്റവും ദുർബലമായിട്ടുള്ള അവസ്ഥയിലാണ്. അപ്പോൾ ഇവരുടെ സഹായികളായ ഓരോരുത്തരെ ഓരോരോ യുദ്ധങ്ങൾ എൻഗേജ് ചെയ്യിപ്പിച്ചു. അതായത് ഈ ഉക്രൈനെ കൊണ്ട് റഷ്യനെ എൻഗേജ് ചെയ്യിപ്പിച്ചു, ഇറാനെ ഇസ്രായേൽ വഴി എൻഗേജ് ചെയ്യിപ്പിച്ചു. അങ്ങനെ ഒറ്റപ്പെടുത്തിയിട്ട് വളഞ്ഞു പിടിക്കുകയായിരുന്നു. അതിന്റെ അബ്ബാസിന് ഈ സിറിയയിലെ പ്രസിഡന്റിന് ചില അബദ്ധങ്ങളും പറ്റി. അയാളവിടെ ബാത്ത് പാർട്ടിയുടെ നേതാവായിരുന്നു, ഇടതുപക്ഷ സ്വഭാവമുള്ള പാർട്ടിയാണ്. അയാളെ ചോദ്യം ചെയ്ത ആളുകളെ കൂടെ അയാൾ സ്റ്റാലിനിസ്റ്റായിട്ട് കൊന്നു കളഞ്ഞു. പിന്നെ സ്വാഭാവികമായിട്ട് രാജ്യത്തിനെതിരെ തോക്കെടുക്കുന്ന ആളുകളെ ആ രീതിയിൽ തന്നെ നേരിടേണ്ടി വരും. അങ്ങനെ ഒരുപാട് പേരെ കൊല്ലേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെ കൊല്ലേണ്ടി വന്ന സമയത്ത് അതിപ്പോൾ അയാളെതിരെ യുദ്ധക്കുറ്റകൃത്യമായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. ഇതിൽ വലിയ യുദ്ധക്കുറ്റകൃത്യങ്ങൾ ചെയ്ത ആളുകളുണ്ട്. മുല്ലപ്പൂ വിപ്ലവത്തിന് പറയാൻ സൗദി അറേബ്യ എത്ര ആളുകളെ കൊന്നിട്ടുണ്ട്, ബഹ്റൈൻ എത്ര ആളുകളെ കൊന്നിട്ടുണ്ട്. എന്തായാലും നിങ്ങളൊന്നും മിണ്ടാത്തത്? അപ്പൊ ഇതൊരു ഗ്ലോബൽ അജണ്ടയായിരുന്നു, സിറിയനെ തീർക്കുക എന്നുള്ളത്, ബഷറിനെ തീർക്കുക എന്നുള്ളത്. അങ്ങനെ അവർ അമേരിക്ക പറയുന്ന ഒരു എവിൽ ഓഫ് ആക്സിസ് ഉണ്ട്. എവിൽ ഓഫ് ആക്സിസ് ഉണ്ടായ രാജ്യങ്ങളാണ് ലിബിയ, സിറിയ ആൻഡ് നോർത്ത് കൊറിയ. ആ ലിബിയ ഇപ്പം ഇല്ല, ആ സിറിയ ഇപ്പം ഇല്ല. നോർത്ത് കൊറിയയിൽ കളിച്ചാൽ പണി കിട്ടുമെന്നുള്ളതുകൊണ്ട് ഇപ്പം തൽക്കാലം കളിക്കുന്നില്ല. അപ്പൊ ഇതിന് ആ ഒരു ടാക്ടിക്സിന്റെ ഭാഗമാണ്, ഇമ്പീരിയൽ അജണ്ടയുടെ ഭാഗമാണ്. അപ്പൊ എനിക്കതിൽ അത്ഭുതമൊന്നുമില്ല. അവർ മോസ്റ്റ് മോഡേൺ ആയുധങ്ങളുള്ള നല്ല ഹൈലി കൺസോൾട്ടേറ്റഡ് ആയിട്ടുള്ള ഫോഴ്സ് ആണ് ഇവർക്കെതിരെ നിൽക്കുന്നത്. അപ്പൊ കൂടുതലുള്ള ആളുകളെ തന്നെ ഉപയോഗിച്ചാണ് ഇവരെ വീഴ്ത്തുന്നത്. അപ്പൊ അതിന് വലിയ സംഭവം എനിക്ക് തോന്നിയിട്ടില്ല. പിന്നെ ഇസ്രായേൽ ആദ്യകാലത്ത് യുദ്ധം ജയിച്ച പോലെ എനിക്ക് വലിയ സംഭവം തോന്നിയില്ല. അത് ആളുകളുടെ എണ്ണം കൊണ്ട് യുദ്ധം ജയിക്കുമെന്ന് വിചാരിക്കുന്ന ആളുകളാണ്. ആളുകളുടെ എണ്ണം കൊണ്ട് ഇവിടെ ഒരു യുദ്ധം ജയിച്ചില്ല. അങ്ങനെയാണ് പിന്നെ മഹാഭാരത യുദ്ധം കൗരവര് ജയിക്കേണ്ടിയിരുന്നു. അവിടെ കൃഷ്ണന്റെ ബുദ്ധിയാണ് ജയിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെയാണ് ആദ്യകാലത്തെ യുദ്ധങ്ങളൊക്കെ ഇസ്രായേൽ ജയിച്ചത്. എങ്ങനെയാണ്? അവർ ഒറ്റ ഫോഴ്സ് ആയിരുന്നു. അവര് ഒരുമിച്ച് നിന്നുകൊണ്ടാണ് അന്ന് കിട്ടാവുന്ന ഏറ്റവും മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ആയുധങ്ങളാണ് അവർ ഉപയോഗിച്ചിരുന്നത്. ഈ അറബ് രാജ്യങ്ങളൊന്നും രാജ്യങ്ങളായി മാറിയിട്ട് പോലും ഉണ്ടായിരുന്നില്ല. പലരും ഒരേ സമയം യുദ്ധം ചെയ്തത്, പലരും പല സമയത്താണ് യുദ്ധം ചെയ്തിട്ടുണ്ടായിരുന്നത്. അവരുടെ ഇടയിൽ തന്നെ ഒരുപാട് കൺഫ്യൂഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവരുടെ ഇന്റലിജൻസ് വിങ്ങിൽ മുംബൈ അവിടെ ഭരിച്ചിരുന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും ആയതുകൊണ്ട് അവരുടെ ശക്തമായ കടന്നുകയറ്റമുണ്ടായിരുന്നു. അങ്ങനെ ഇവർ വളരെ ദുർബലരായിട്ടുള്ള കുറേ ആളുകൾ ശക്തരും വളരെ സംഘടിതരും അത്യന്താധുനിക ആയുധങ്ങളുള്ള കുറച്ച് പേർക്കെതിരെ യുദ്ധം ചെയ്യുമ്പോൾ അത് ജോൺ വിക്കിനെതിരെ വലിയ കോപ്പമില്ലാത്ത കുറെ ഗുണ്ടകൾ ആക്രമിക്കാൻ പോകുന്ന പോലെ അത്രേ ഉള്ളത്. അല്ലെങ്കിൽ യുദ്ധത്തിൽ അവർ ജയിച്ചല്ലോ. യുദ്ധത്തിന് വലിയ അതവിടെ എന്തോ വലിയ സംഭവിക്കുന്നത്. യുദ്ധം എന്തായിരുന്നു ശരിക്കും? മോസ്റ്റ് മോഡേൺ ആയുധങ്ങൾ അവർ ഉപയോഗിച്ചത്. അവർക്ക് നേരിട്ട് അന്ന് അമേരിക്ക ആയുധം കൊടുത്തത് ഫ്രാൻസാണ് കൊടുത്തത്. ഫ്രാൻസ് കൊടുത്താണ് അവർക്ക് മിറാഷ് വിമാനങ്ങൾ. പക്ഷെ അത് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടെക്നോളജി രഹസ്യമായിട്ട് കൊടുത്തു. എന്നിട്ട് ഇസ്രായേൽ അത് അപ്ഗ്രേഡ് ചെയ്തു. അത്ഭുതം നല്ല യുദ്ധങ്ങൾ. പിന്നെ ഈ പറയുന്ന രണ്ടാമത്തത് ഈ ബൈബിളിൽ കുറെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ കുറെ കാര്യങ്ങൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ അന്ന് ഇസ്രായേലിലെ ജനങ്ങളെ ഈ ബൈബിള് പറഞ്ഞ പോലെയാണ് കാര്യങ്ങൾ നടക്കുന്നത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ട് ഇസ്രായേലിലെ ജനങ്ങളുടെ അങ്ങനെ ഫീൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഈ ബൈബിളിൽ പറഞ്ഞ കാര്യങ്ങൾക്ക് അനുസൃതമായിട്ട് ഇഷ്ടത ഇവർ വെട്ടിയുണ്ടാക്കി. ആ സമയത്ത് അക്രമം നടത്തുക, ആ സമയത്ത് കൂട്ടിയോജിപ്പിക്കുക. ഇതിന് പിന്നിൽ ഇവാഞ്ചലിസ്റ്റുകളാണ്. കത്തോലിക്കർ ഇതിൽ വലിയ വന്നില്ല. ഇവാഞ്ചലിസ്റ്റുകളാണല്ലോ ഇവിടെ ഇസ്രായേലിന് വേണ്ടി ഏറ്റവും കൂടുതൽ ശബ്ദം നിർത്തുന്നത്. അപ്പൊ ഇതൊരു വലിയൊരു വളരെ കാലമായ അന്താരാഷ്ട്ര ഗൂഢാലോചന. ഇത് സർപ്രൈസ് ചെയ്യാനൊന്നുമില്ല. പിന്നെ അറബികളുടെ ഈ പതനത്തിൽ ദുഃഖിക്കാനൊന്നുമില്ല. അവരെ കയ്യിലിരിപ്പിന്റെ ഫലമാണ്. എനിക്കിതിൽ ഒരു സർപ്രൈസും ഇല്ല, ഒരു ദുഃഖവും ഇല്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.